ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമേ തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ എൻ്റെ കാരണം ഈ ദാണ്ടിയയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ ദസറയുടെ. അപ്പം ലാസ്റ്റ് ഡേ ആയതുകൊണ്ടേ വൈകുന്നേരം തൊട്ടേ അങ്ങ് പൂജകൾ ഇങ്ങനെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ്, അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പം 12 മണി കഴിഞ്ഞ് 12:30 വരെ ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഒരു ഇച്ചിരിയിലും സൗണ്ട് ഇല്ലാതെ അല്ല നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് പറയും, ഭയങ്കര സൗണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞ്. പിന്നെ അച്ചാർ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ലെമൺ ആൻഡ് ഡേറ്റ്സ് പുതിയ ബാച്ച് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയേ. പിന്നെ നെല്ലിക്കായുണ്ട്. ഇനിയിപ്പം ബീഫിൻ്റെയും മീനിൻ്റെയൊക്കെ ഓർഡർ ഉണ്ട്. മീൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും നമ്മുടെ അച്ചാറിടുന്ന മീൻ വന്നിട്ടില്ല. അത് ഇടുന്നുണ്ടേ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കുമേ. പിന്നെ എനിക്ക് വലിയൊരല്ലാതെ ഒരു ഓർഡർ വന്നേ. എന്താണോ 100 പാലപ്പവും അതിൻ്റെ കറി. ഞാൻ പറഞ്ഞ അത്രയൊന്നും എനിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കൊച്ച് എമൗണ്ട്, ഒരു 50 പറ്റത്തില്ല. കാരണം അതൊക്കെ ആണെങ്കിൽ ഒത്തിരി നമുക്ക് മെനക്കേട് മെനക്കേടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത്രയും പറ്റത്തില്ല. 50 പിന്നെ ഒക്കുമായിരിക്കാൻ തോന്നുന്നു, 100 നോക്കത്തില്ലെന്ന് പറഞ്ഞു. കൊച്ചു എമൗണ്ടൊക്കെ ആണെങ്കിൽ, കൊച്ചു ക്വാണ്ടിറ്റി ആണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അങ്ങ് പോന്നു. ഇനി ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇത്തിരി കൂടുന്നുണ്ട്, പക്ഷേ വ്യൂസ് അങ്ങനെ അങ്ങോട്ട് കൂടുന്നില്ല. അതെന്താണെന്നറിയത്തില്ല. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എത്ര കൂടിയാലും 32 സബ്സ്ക്രൈബേഴ്സോളം ഈ മാസം കയറി. അതനുസരിച്ച് അപ്പം ഈ കുറയുകയും ചെയ്യും. കാരണം നമ്മുടെ എന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ഇത്ര 94,000ഓളം ആൾക്കാരുണ്ട്. അതിൽ കാണുന്നത് എത്ര, അതിൻ്റെ പകുതിയുടെ ഒരു ശതമാനം പോലും ആൾക്കാർ കാണുന്നവരല്ല. അപ്പം അങ്ങനെ കുറേ നാൾ കാണാതിരിക്കുന്നവരുടെ ഐഡിയും യൂട്യൂബ് കട്ട് ചെയ്യും. അതുകൊണ്ട് കുറയുകയും ചെയ്യും. ഓക്കെ. പാൻ കഴുകിയിട്ട് ഞാൻ ഗ്യാസ് ഓണാക്കി കുറച്ച് നേരം ആയിരുന്നു. അതിലെവിടോ ഒരു ഡ്രോപ്പ് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ ആ പാറ്റീസ് നമ്മൾ ഫ്രീസറിൽ വെച്ചല്ലേ, അപ്പോൾ ഒരു ഇച്ചിരി ഞാൻ ഇച്ചിരി നേരമായി വെളിയിലോട്ട് കൊണ്ടുവച്ചിട്ട്, അപ്പോൾ ഒരു ഇച്ചിരി ഈർപ്പം പോലെ അതും തോന്നി, അതാ പടപടാ പൊട്ടിത്തെറിച്ചത്. ഇതിപ്പം ചിക്കൻ പാറ്റീസാണ്. ഇത് ഭയങ്കര ഇഷ്ടം. അയ്യോ, പിന്നെ ഇത് ഉണ്ടാക്കി പോൾ ടിഫിൻ കഴിച്ചിട്ട് വന്നിട്ട് പറയുന്നത്, മമ്മി നല്ലതായിരുന്നു. ഇവന്മാർക്ക് രണ്ടിനും ഇതിഷ്ടം. ഇതിപ്പോൾ രാവിലെ കൊച്ചൻ കണ്ടോണ്ടേ കൊച്ചൻ പറഞ്ഞ്, മമ്മി ഇതിലൊരു പാക്കറ്റ് 10 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും 2 എണ്ണം വെച്ച ഉണ്ടായിരുന്നു. എനിക്കറിയാം ഇത് കാണുന്നുണ്ടേ പ്രൈസമ്മ പറയും, മമ്മി എനിക്ക് അല്ലെങ്കിൽ രാവിലെ അവൻ കഴിക്കത്തില്ലല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അവനെന്തോ ചെയ്യുന്നു, ഒരെണ്ണം ഇവിടെ കഴിച്ചിട്ട് കൊടുത്തു വിട്ടു. പിന്നെ ഒരെണ്ണം ടിഫിനും കൊടുത്തു. പിന്നെ ടിഫിന് ഒരു ചീസ് ബ്രെഡ് കൂടെ കൊടുത്തു. അപ്പം ഒരെണ്ണമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ചീസ് ബ്രെഡും ഒരു ചിക്കൻ പാറ്റീസിനെയും കൊടുത്തു. ഒരെണ്ണം ആളിവിടെ കഴിച്ചിട്ട് പോയി. അതും പറഞ്ഞാൽ നല്ലതാണ്, വെജിറ്റബിൾ പാറ്റീസിനേക്കായി നല്ല. ഞാൻ പറഞ്ഞാൽ അതനുസരിച്ച് വിലയുണ്ടടാ. ഇത് എന്നും വേണ്ട, വല്ലപ്പോഴും ഒക്കെ. ഈ റേച്ചാൻ ഈ ജിയോ മാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ പോലും അറിയത്തില്ല. ഇവിടെ സാധനം വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തൊക്കെയാണ് ഈ റേച്ച ഓർഡർ ചെയ്തതെന്ന്. ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. ഇപ്പം ഞാനൊരു പാലിനായിരിക്കും പറയുന്നത്, പക്ഷേ പാലിൻ്റെ കൂടെ പറയാത്ത സാധനങ്ങളും കാണും. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ്, മയോണൈസ് തീർന്നു എന്നും ചിന്തിക്കും. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഓർക്കും, പിന്നെ ഓർഡർ ചെയ്യാൻ. അപ്പം ഞാൻ പിന്നെ മയോണൈസിന് വേണ്ടി ഓർഡർ ചെയ്യുമ്പം റേച്ചാൻ വീണ്ടും വേറെ എന്തെങ്കിലും വാങ്ങിക്കും. അങ്ങനെ എന്തോന്നും മയോണൈസ് ഇല്ലാതിരിക്കുക. ഇനിയിപ്പം ടൊമാറ്റോ സോസ് മാത്രം തേച്ചിട്ട് ഇച്ചിരി സവാള കണ്ടിച്ച് വെക്കാമെന്ന് വെച്ച്. പക്ഷേ ഒരെണ്ണം വലിയ ഇപ്പം ഇതിലിങ്ങനെ ചെറുതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നേ, നല്ല വലിയ ചിക്കൻ പാറ്റീസായിരുന്നു. അപ്പോൾ ഒരെണ്ണം തിന്നുമ്പോഴേ ഒരെണ്ണവും ഒരു ചായയും കുടിക്കുമ്പോഴത്തേക്കിന് വയറങ്ങ് ഫുള്ളാവും.
പോളിന് ചിലപ്പോൾ ഞാൻ 2 ടിഫിൻ എന്ന് പറഞ്ഞാൽ അവന് 12 മണിക്കാണ് ബ്രേക്ക്. ഇവിടുന്ന് ചില സമയത്ത് ഇവന് ബോർവീലിലാണ് ഇവൻ്റെ കോളേജ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ 9 മണിക്കായിരിക്കും, ചിലപ്പോൾ 10 മണിക്കായിരിക്കും. 10 മണിക്കാണെങ്കിൽ എന്തെങ്കിലും അവന് ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കഴിച്ചിട്ടു, ഇല്ലെങ്കിൽ അവൻ രാവിലെ കഴിക്കാതുള്ളൊരു പോക്കുണ്ട്. എന്നിട്ട് 12 മണിക്ക് കഴിഞ്ഞിട്ട് ഇവൻ ഒന്നീ ട്രെയിനിൽ വരും, ട്രെയിനിലാണെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒന്നീ ബസ്സിൽ വരണം നമ്മുടെ ഇവിടോട്ട്, അല്ലെങ്കിൽ ഷെയറിങ് ഓട്ടോയിൽ വരണം. അപ്പോൾ ഈ ബസ് നിൽക്കുവാണെങ്കിൽ ആൾക്ക് അപ്പോഴത്തേക്കിനും വിശക്കും, 12 മണിക്ക് കഴിക്കുന്നതല്ലേ. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഇതുപോലെ ഒന്നീ ചപ്പാത്തിയിൽ എന്തെങ്കിലും റോള് ചെയ്തോ അങ്ങനെ വേറെ സെപ്പറേറ്റ് ഒരു ടിഫിൻ കൂടെ കൊടുത്തു വിടും. ബസ് നടന്നു വരുന്ന വഴിക്കാണെങ്കിലും കഴിക്കണം പറഞ്ഞാൽ കഴിവതും പറഞ്ഞിട്ടുണ്ട്, ഈ വെളിയിൽ നീ വടാപ്പാവും അതും ഇതൊന്നും കഴിക്കല്, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് നിനക്ക് തന്നു വിടാമെന്ന്. അപ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തു വിടാൻ പറ്റുന്ന സ്നാക്സുകളുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു വിടും. രാവിലെ പോകുന്ന ആൾ ചിലപ്പം വരുന്ന ഉടനെ 6:30-7 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്കും ഒരു പരുവായ വരുന്നത്. ചിലപ്പം രാവിലെ റേച്ചാൻ്റെ ഓഫീസും അവിടെ അടുത്താണ്. ചിലപ്പം റേച്ചാൻ ഇവർ രണ്ടുകൂടെ ഒരുമിച്ച് അങ്ങ് പോകും. ഞാനപ്പോൾ ഒരു ട്രിപ്പ് മീൻ വെട്ടി പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു അടുത്ത ട്രിപ്പ് കൂടെ എടുത്ത് ആദ്യം വെട്ടുന്നില്ലെന്നും പറഞ്ഞിരുന്നിയാ, പിന്നെ ചിന്തിച്ച് ഇപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞ് മീൻ പോകണല്ലോ എന്നും പറഞ്ഞ് സ്ഥലം ഉണ്ടാക്കാനായിട്ട് ഇന്ന് നാരായണത്ത് പ്രാന്തൻ്റെ ജോലി ചെയ്യുമായിരുന്നു. അത്രയും നേരം നിന്ന് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ജോലികളും ഉണ്ടല്ലേ. എന്തു വന്നേലും രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു. ഈ പറഞ്ഞില്ലേ, നിന്ന് കാലെല്ലാം കൂടെ പോലെ നീരും നടുവിന് അതിൻ്റേതായ പ്രയാസം. റേച്ചാൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞുണ്ടേ, റേച്ചാൻ എന്നെ പറയാൻ ഇനിയൊന്നുമില്ല. എനിക്ക് എന്താണോ ഇന്ന് ഈ ചെകിള ഇങ്ങനെ വലിക്കാൻ പ്രയാസം, എൻ്റെ നഖത്തിൻ്റെ സൈഡിൽ എനിക്ക് തോന്നുന്നു ഈ പാത്രം കഴുകുന്ന നമ്മുടെ കമ്പിക്കാത്ത ഉണ്ടല്ലോ, അതാണ് കൊണ്ടയാണോ എന്തോ ഒരു വേദന. അതുകൊണ്ട് എനിക്ക് ചൊവ്വിന് ചെകിളയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഈ അയലയ്ക്ക് നല്ല പരിഞ്ഞിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പരിഞ്ഞിലുകളെല്ലാം കൂടെ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് എനിക്ക് ഇച്ചിരി കുറേ പരിഞ്ഞിലായിട്ടുണ്ട്. അപ്പം ഞാനത് ഇപ്പം ഈ മീനുള്ളത് കൊണ്ട് പരിഞ്ഞിൽ നമുക്ക് എടുക്കാൻ തോന്നത്തില്ലല്ലേ. ഈ ഒരു പരിഞ്ഞിൽ തോരനുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ കൂട്ടാൻ വേണ്ട, ചോറുണ്ണാൻ ഇത് മതി. എനിക്ക് മീൻതോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൊച്ചുങ്ങൾക്കും ഇഷ്ടമാണ്. പിന്നെ അവർക്ക് ഈ മുള്ളിൻ്റെ പേടിയുണ്ടാകും. അപ്പോൾ ഈ പരിഞ്ഞിലിൻ്റെ ഇടയ്ക്ക് ഒരു ഇത്തിരി കറുത്ത ഒരു സാധനം ഉണ്ടല്ലോ, പാട പോലെ, അതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എടുക്കുന്ന ഉടനെ ചിലപ്പോൾ പരിഞ്ഞിലങ്ങ് മുറിഞ്ഞും പോവും. അപ്പം ഞാൻ എന്തൊന്നിലും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ സാവകാശം അതിൻ്റെ ഇതെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ അയല 2 കൂട്ടം ഇട്ടിട്ട് 1 കൂട്ടം ഇന്ന് നമുക്ക് കറിയും വെക്കാം, ബാക്കി ഇതിനെയും വറ്റയും വെട്ടി വെക്കാമെന്നും പറഞ്ഞ് എല്ലാം ഒന്ന് വെട്ടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് പച്ചക്കറി ഒന്നും തോരൻ വെക്കാൻ ഒന്നും വെജിറ്റബിൾസ് അരിയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാൽ ചെറുപയറെടുത്ത് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി മീനൂടെ കറി വെച്ചിട്ട് പയർ തോരനും വെക്കാമെന്ന് വെച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ഇപ്പം 3-4 ദിവസം കൊണ്ട് നമ്മുടെ ചപ്പാത്തി വാങ്ങിക്കുന്ന ആൻറ്റി ഉണ്ടല്ലേ, നമ്മളൊരു മഹാരാഷ്ട്രൻ ആൻറ്റിയുടെ ഇന്നാണ് ചപ്പാത്തി വാങ്ങിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാമല്ലോ, നല്ല അടിപൊളി സൂപ്പർ ചപ്പാത്തിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ടേസ്റ്റും. വൈകുന്നേരം വരെ അതെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല സോഫ്റ്റ്. അത് എടുക്കുന്ന ഉടനെ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ വാഴത്തണ്ട് നമ്മളോരത്തിൽ ചേമ്പന്താൾ വാടി വീഴുന്ന പോലെ, അതുപോലെ അത്രയ്ക്ക് സോഫ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ 7 അയലത്ത് വരത്തില്ലെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് അപ്പച്ചന് ചപ്പാത്തി കൊടുക്കണ്ടേ. അപ്പം ചപ്പാത്തി പിന്നെ പ്രൈസമ്മ വരുമ്പോഴും അവനും ചപ്പാത്തി കറിയൊന്നും ഉച്ചയ്ക്കത്തെ കറികളൊന്നും റെഡി ആയില്ലെങ്കിൽ അവന് ചിലതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അവന് ഇഷ്ടപ്പെടാത്ത ഇങ്ങോട്ട് വന്ന് എടാ ചോറ് തരട്ടോ എന്ന് ചോദിക്കുന്നതിന് പറയും എന്തുവാ കൂട്ടാൻ. അപ്പം ഞാൻ അന്നേരം തമാശയ്ക്ക് പറയും ചിക്കൻ വറുത്തതും മട്ടൻ ഫ്രൈയും. ആണോ? ഈ പിള്ളേർക്ക് തമാശ പറയാനൊക്കത്തില്ല, അവരതങ്ങ് സീരിയസ് ആക്കും. അവനാണോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ പറയടാ ചുമ്മാ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവനത് കാണുന്നുണ്ടേ, അവന് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പറയും എൻ്റെ ഫാസ്റ്റിംഗ് ആണ്. അപ്പം ചപ്പാത്തി ആകുമ്പം അവന് ഒരു മുട്ട പൊരിച്ചോ അങ്ങനെയുള്ള ആണെങ്കിൽ ചപ്പാത്തിയും കഴിച്ചോളല്ലേ. അപ്പം അവനും ചപ്പാത്തി കൊടുക്കും. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തുണി കഴുകാനുണ്ട്. പിന്നെ ഇപ്പം ഈ വായും കൂടെ വരാത്തത് കൊണ്ടേ ഇവിടെ എല്ലാം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ സ്നാപ്ഡീലിൽ നിന്ന്
ഞാൻ പറഞ്ഞില്ലേ സ്കീമുണ്ട് ഇങ്ങനെ ആൾക്കാരെ 1 മണിക്കൂറത്തേക്കിന് വരുമെന്ന്. അങ്ങനെയുള്ളവരെ വിളിക്കും സൺഡേ ദിവസം. ഇച്ചാനൂടെ ഉള്ള സമയത്ത് സൺഡേ എന്ത് ജോലി വേണമെങ്കിലും അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പം അതുകൊണ്ട് അല്ലാത്തപ്പോൾ എന്നും തൂക്കണം. തുടപ്പ് ആഴ്ച 1-2 ദിവസം അങ്ങനെ ആക്കി. അപ്പം ഞാൻ ചിന്തിച്ചിനി ഭാഗ്യേ ഒരു മോപ്പുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ ഒരു മോപ്പ് വാങ്ങിച്ചായിരുന്നു. അതിന് അന്ന് 900 എത്ര കണ്ടായിരുന്നില്ല നിന്നോണ്ട് തുടയ്ക്കുന്ന ഒരു സൈസ് മോപ്പുണ്ടല്ലോ. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയുന്ന രീതിയിൽ വെള്ളം ഊറ്റുമെന്ന് വെച്ചാൽ അതിങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം അങ്ങ് പോവും. അപ്പം അങ്ങനെയുള്ള മോപ്പ് ഞങ്ങളിപ്പോൾ അന്ന് വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ അനുവിനെ വെച്ചത് കൊണ്ട് അതിങ്ങനെ ബാൽക്കണിയിൽ ഞാൻ തൂക്കിയിട്ടേക്കുമായിരുന്നു. വെയിൽ കൊണ്ട് അതിൻ്റെ അതങ്ങ് ഒടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഇപ്പം പുതിയത് വീണ്ടും വാങ്ങിച്ച്. അപ്പോൾ അതുള്ളത് കൊണ്ട് തൂക്കുന്ന കാര്യം ഇപ്പം പോൾമോനോട് വല്ലപ്പോഴും തൂക്കാൻ പറയുകയാണെങ്കിൽ അവൻ ഫ്രണ്ട് മാത്രം തൂക്കും. ഈ കട്ടിലിൻ്റെ അടിയിലോട്ടൊന്നും ഇട്ട് അവൻ തൂക്കത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ തൂക്കുന്നത് നമ്മുടെ വീടെന്നും പറഞ്ഞ് നമ്മൾ തൂക്കുന്നതും മെയ്ഡ് വന്ന് ഈ സെർവൻറ്റ് വന്ന് അവൾ വന്ന് ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അവർ നമ്മൾ പറയുവാണെങ്കിൽ അതിൻ്റെ കീഴിലോട്ട് ചൂലിട്ട് തൂക്കും. ഇല്ലെങ്കിൽ ഫ്രണ്ട് തന്നെ ഇട്ടിട്ട് പോകും. എന്തെങ്കിലും അവിടെ ഇരുന്ന് അതൊന്നും മാറ്റിപ്പോലും ചെയ്യത്തില്ല. അപ്പം ഞാൻ തൂക്കുവാണെങ്കിൽ അങ്ങനെയല്ല, അതിൻ്റെ കീഴിലെല്ലാം വയ്യെങ്കിലും കുനിഞ്ഞു കിടന്ന് ചെയ്യും. അപ്പോൾ അതൊന്ന് തൂത്ത് ഒരു ഹോളും കിച്ചണും റൂമേ ഉള്ളതിലും തൂത്ത് തുടച്ച് വരുമ്പോഴത്തേക്കിന് നമ്മളൊരു പരുവമാവും. അതുകൊണ്ട് റീച്ചാൻ പറയാം ആളിനെ വെക്കാമെന്ന്. ഞാൻ പറഞ്ഞ എത്രത്തോളം മുന്നോട്ട് പോകുന്നോ ഈ തുടയ്ക്കുന്നതിൻ്റെ അന്ന് രാത്രി എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. ഈ ടൈൽ ബോണിൻ്റെ ഈ ഓർത്തോ ഡോക്ടർ പറഞ്ഞത് എത്രയും നിങ്ങൾ റെസ്റ്റ് എടുക്കാമോ അത്രയും അതാണ് നിങ്ങളുടെ ഇതിൻ്റെ മരുന്ന്. അപ്പം എത്രത്തോളം നമ്മൾ റെസ്റ്റ് എടുക്കും. ഇപ്പം ചെയ്യാവുന്നിടത്തോളം ഞാൻ ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് ഇച്ചിരി ആരോഗ്യം ഇരിക്കലും ഈ നടുവിൻ്റെ പ്രയാസമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കങ്ങനെ കുഴപ്പമില്ല. അപ്പം ഞാൻ അയല വെട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇനി വറ്റ വെട്ടാനുണ്ടെന്ന്. അപ്പം ഞാൻ അപ്പച്ചൻ ഇത് 1 മണി ആറായി ഈ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് വറ്റ വെട്ടാമെന്ന് വെച്ചു. അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വറ്റ വെട്ടിയായിരുന്നു. ഇനിയിപ്പോൾ ഇത് വറക്കാനായിട്ട് മാറ്റി വെക്കുക. ഇതെല്ലാം ഒന്നിനി എടുത്ത് എനിക്കിനി ക്ലീൻ ചെയ്തിട്ട് കിട്ടി അകത്തോട്ട് വെക്കുക. അപ്പോഴത്തേക്കിന് പയറൊക്കെ കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തായിരുന്നു. അതുകൂടെ ഒന്ന് ഇനി ഇങ്ങനെ ചീനച്ചട്ടിയിലിട്ട് വിസിൽ വന്നിട്ട് കുറച്ച് നേരമായി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യാഞ്ഞ്. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി പച്ചമുളകൊക്കെ കീറിയിട്ട് ഞാനങ്ങനെ പച്ചമുളക് അങ്ങനെ കീറി ഇടാറില്ല. ഇവർക്കൊന്നും അത്ര ഇതല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ പച്ചമുളക് ഇട്ടില്ല എങ്കിൽ മുളക് പൊടി ചേർക്കും. അന്നേരം പയറൊക്കെ റെഡിയായി. അപ്പോഴത്തേക്കിനും മീനൊക്കെ വറ്റിയായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് നേരമായി. അത് തിളച്ച സമയത്താണ് കറിവേപ്പില ഇട്ടത്. അപ്പോൾ അത് അടച്ച് വെച്ചപ്പോഴത്തേക്കും കറിവേപ്പിലയൊക്കെ അങ്ങ് അടിഞ്ഞ്. അപ്പം മീനും ഇവിടെ വറ്റി വന്നിട്ട് അപ്പോൾ ഇച്ചിരി അയല ഞാൻ വറക്കാനൂടെ എടുത്ത് വെച്ചായിരുന്നു. അയലയും 2-3 തലയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൂടി ഇനി ഒന്ന് വറക്കണം. ഇപ്പം അത് മീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ കറി ആരും തൊടത്തില്ല. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ഇനി വറുത്ത് വെക്കട്ടെ. ആ ഒരു മീനിൻ്റെ തലയുടെ അവിടെ എന്തുവന്നോ ഒരു പരിഞ്ഞില. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.